ഹായ് എല്ലാ FB ഫ്രണ്ട്സും. ഞാനൊരു മഹേന്ദ്ര ഗസ്റ്റും എടുത്തു. സത്യം പറഞ്ഞ സാധാരണക്കാരന്റെ മനസ്സിൽ തട്ടിയുള്ള ഒരു വേദനയാണ് നിങ്ങളെല്ലാവരും മുമ്പിലും ലൈവായിട്ട് പങ്കുവെക്കുന്നത്. ഇതാ കണ്ടില്ലേ, പുതിയ വണ്ടിയാ. 3 മാസം കേസിൽ അകപ്പെട്ടിട്ട് അത് അവർ കോംപ്രമൈസ് ചെയ്ത് ഇനി വണ്ടിക്ക് ഒരു കംപ്ലൈന്റും വരത്തില്ല, 4 വർഷം എക്സ്റ്റൻഡ് വാറന്റി എല്ലാം പറഞ്ഞ് ചെയ്തു തന്ന വണ്ടിയാണ് ഇതാ ഊരി പറക്കിക്കൊണ്ടിരിക്കുക എന്റെ കൺമുമ്പിലിട്ട്. ഞാനോ എന്റെ ഫാമിലിയോ ഒരു നല്ല രീതിയിൽ ആ വണ്ടി ഓടിച്ചിട്ടില്ല. കോടതിയിലെ കേസ് മടുത്ത് നരകയാതന അനുഭവിച്ചിട്ട് വെറും നിസ്സാര കാര്യത്തിന് കോംപ്രമൈസ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന് ആ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കാണണം. മഹേന്ദ്ര ഗസ്റ്റോ 125. സത്യം മാനസിക വിഷമം കൊണ്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. എല്ലാവരും ഇത് കണ്ടിരിക്കണം. അതിനെ മൊത്തം ഊരിപ്പറക്കുകയാണ്. 3 മാസം അവരെ ഷോറൂമിലാണ് ഇരുന്നത്. കേസ് നടന്ന കാലയളവിൽ അവർ റണ്ണിങ് കണ്ടീഷനാണ്. വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ കോടതിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്ന് ഇതാ വണ്ടി എടുക്കാൻ തിരിച്ച് രണ്ടാമത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒന്ന് ക്ഷേത്രത്തിൽ കൊണ്ട് ഗണപതി ഭവനോട് തേങ്ങ അടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാ വണ്ടിയുടെ അവസ്ഥ. എല്ലാ ഫ്രണ്ട്സും ഇത് കാണണം. അവരുടെ റിപ്പയറിംഗ് നടക്കുകയാണ്. ഇവർ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറയുക. എന്റെ കൂടെ എല്ലാവരും സഹകരിക്കണം. എന്റെ എല്ലാ ഫ്രണ്ട്സും ഇത് കഴിയുന്നത്ര ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഇതിപ്പോ ഞാൻ ഓൺ ലൈവിലാണ്. താങ്ക് യു. സത്യം ഒരു സാധാരണക്കാരന്റെ വിഷമമാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കുക. എന്റെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ കാണുക. പുതിയ വണ്ടിയാണ്. സെപ്റ്റംബറിൽ റിലീസ് ചെയ്തതാണ്. സൗണ്ട് കേട്ടോളൂ. ഇതാണ് വണ്ടിയുടെ പുതിയ വണ്ടിയുടെ അവസ്ഥ. മഹേന്ദ്ര ഗസ്റ്റോ, ബ്രൈറ്റ് മോട്ടോഴ്സ്, ശ്രീകാര്യം, പോങ്ങമൂട്. അവിടെ നിന്നാണ് എടുത്തത്. അവിടുത്തെ മാനേജറാണ് ആ പുറകെ നിൽക്കുന്ന ആള്. അവിടുത്തെ സ്റ്റാഫ് വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു.